നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ട്രക്ക് ഡ്രൈവർമാരുടെ സമരം 6ാം ദിവസത്തിലേക്ക്. ജില്ലയിൽ പാചകവാതകം പ്രതിസന്ധിയിൽ. സമരം വേതന കരാർ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വലഞ്ഞു ഹോട്ടൽ മേഖല ഉൾപ്പെടെ. മല്ലിയോട്ട് തീയക്ഷേമ സഭ CPM തർക്കം മുറുകുന്നു. സഭാപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ. അക്രമത്തിന് പിന്നിൽ ക്ഷേമസഭയിൽ മറ്റ് പാർട്ടി പ്രവർത്തകരുണ്ടെന്ന കാരണത്താൽ. ഫോറസ്റ്റ് വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക. മാർച്ചുമായി കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ. വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് AITC നേതൃത്വത്തിൽ. വാച്ചർമാർക്കുള്ള ഐഡന്റിറ്റി കാർഡും ഉടൻ വിതരണം ചെയ്യണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. മലബാർ മേഖലയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷം. നിരക്ക് വർധന ആവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാർ സമരത്തിലായതിനാലാണ് പാചകവാതക സിലിണ്ടറുകളുടെ വരവ് നിലച്ചത്. 6ാം ദിവസം പിന്നിടുകയാണ് ട്രക്ക് ഡ്രൈവർമാരുടെ സമരം. ഹോട്ടൽ ഉൾപ്പെടെയുള്ള മേഖലകളെയാണ് സമരം കാര്യമായി ബാധിച്ചത്. പാചകവാതക ഏജൻസികളിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് തീരുന്നു. പാചകവാതക വിതരണം സ്തംഭനാവസ്ഥയിലേക്ക് എത്തുമെന്നാണ് വാർത്തകൾ. ജനങ്ങൾ ഭക്ഷണമില്ലാതെ വലയും. മംഗലാപുരത്തെ സൂറത്തുക്കലിൽ നിന്നും ദിവസേന 240 ട്രക്കുകളിലാണ് പാചകവാതകങ്ങൾ എത്തിയിരുന്നത്. എന്നാൽ വേതന വർധനവ് ആവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാർ സമരത്തിലായതിനാലാണ് പാചകവാതക സിലിണ്ടറുകളുടെ വരവ് നിലച്ചത്. ട്രക്ക് ഡ്രൈവർമാരുടെ സമരം കാരണം ഇപ്പോൾ ലോഡ് വരാത്തത് ഏകദേശം ഒരാഴ്ചയോളായി. കഴിഞ്ഞ 14-ാം തീയതി ഓഗസ്റ്റ് 14-നാണ് ലാസ്റ്റ് ലോഡ് അടിച്ചത്. വന്ന ലോഡ് ശനിയാഴ്ചയോടെ തീർന്നു. ഇപ്പം സാധനം തീരെ സ്റ്റോക്കില്ല. ഡൊമസ്റ്റിക്, കമേഴ്ഷ്യൽ 5 കിലോ എന്നീ സിലിണ്ടറുകളൊന്നും തന്നെ സ്റ്റോക്കില്ല. ഇതിനെ തുടർന്നാൽ ഇപ്പോൾ തന്നെ അവസ്ഥ വളരെ മോശമാണ്. ഇതിനെ തുടരുകയാണെങ്കിൽ അവസ്ഥ വളരെ പരിതാപകരമാകും. ആയിരക്കണക്കിന് ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളെല്ലാം പാചകത്തിന് ഉപയോഗിക്കുന്നത് സിലിണ്ടറുകളെയാണ്. നഗരങ്ങളിലും ഗൃഹസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും വീട്ടുകാർ ഭക്ഷണം പാചകം ചെയ്യാനും ഇത്തരം സിലിണ്ടറുകളെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. പാചകവാതക സിലിണ്ടറുകൾ ലഭ്യമാവാതായതോടെ ഏവരും ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ്. നിയമം അറിയുന്ന വിദ്യാസമ്പന്നരായ ആളുകൾ പോലും സ്ത്രീകളോട് നിയമവിരുദ്ധമായി പെരുമാറുന്നുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. കമ്മീഷന് മുമ്പാകെ പരിഗണനയ്ക്ക് വന്ന 53 പരാതികളിൽ 12 എണ്ണത്തിൽ തീർപ്പ് കൽപ്പിച്ചതായും P. കുഞ്ഞായിഷ പറഞ്ഞു. സ്വത്ത് തർക്കം, അവകാശ തർക്ം, വഴിത്തർക്കം, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നീ പരാതികളുമായാണ് മിക്ക സ്ത്രീകളും വനിതാ കമ്മീഷനെ സമീപിക്കുന്നതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ പറഞ്ഞു. നിയമമറിയുന്ന വിദ്യാസമ്പന്നരായ ആളുകൾ പോലും സ്ത്രീകളോട് നിയമവിരുദ്ധമായി പെരുമാറുകയാണെന്നും വനിതാ കമ്മീഷൻ ഇതിനെ ഗൌരവപൂർവ്വം വീക്ഷിക്കുകയാണെന്നും കുഞ്ഞായിഷ പറഞ്ഞു. കണ്ണൂർ കലക്ട്രേറ്റിൽ നടന്ന സിറ്റിംഗിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. കമ്മീഷന് മുമ്പാകെ പരിഗണനയ്ക്ക് വന്ന 53 പരാതികളിൽ 12 എണ്ണത്തിൽ തീർപ്പാക്കി. 34 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. അഡ്വക്കേറ്റ് KM പ്രമീള, അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ, കൌൺസിലർ മാനസ, വനിതാ പോലീസ് ഓഫീസർ K. സിൻഷ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ഇരുവേരി CHC സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരുവേരി CHC വെച്ച് ഹെൽത്ത് എക്സ്പോ നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. മായ ഉദ്ഘാടനം ചെയ്തു. നമ്മളെന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്ത് നല്ലൊരു ആരോഗ്യവാന്മാരായി നമ്മൾ മാറേണ്ടത്. അഥവാ അസുഖം വന്നു കഴിഞ്ഞാൽ അത് പകരാതിരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ എന്തെല്ലാം നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്നാൽ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ നിത്യേന പറയുന്നുണ്ടെങ്കിൽ ഇവർ കലാരൂപങ്ങളിലൂടെ ഇപ്പം ഒപ്പനയുണ്ട്, കഥകളിയുണ്ട്, ചാക്യാർകൂട്ടുണ്ട്, അങ്ങനെ നമ്മൾ എന്ത് കലാരൂപം ആ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന മെസ്സേജാണ്. അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾ വേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സിബിഷനുണ്ട്. ആ വിഷ്വൽ ഒരു ഇമേജ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വേർബലി പറയുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ CHC തന്നെയാണ് അത് തിരഞ്ഞെടുത്തതിൽ നമ്മൾ കൂടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയതുകൊണ്ട് എന്നാൽ തന്നെയാണെങ്കിലും നമ്മുടെ ഇവിടെ CHC ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തതിൽ ആദ്യം നമ്മുടെ നഴ്സിംഗ് കോളേജ് ടീമിന് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിനായിട്ട് ഈ കുട്ടികൾ ഇവിടെ വരാറുണ്ട്. അവർ നല്ല കുട്ടികളാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുന്നത്. AKG മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഷെല്ലി മാത്യു അധ്യക്ഷത വഹിച്ചു. PP മുഹമ്മദ് നിസാൻ സ്വാഗതം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയും വായു ജലജന്യ രോഗങ്ങൾക്കെതിരെയും സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേദിയിൽ പ്രാചീന കലാരൂപങ്ങളായ കഥകളി, ചാക്യാർകൂത്ത്, ഒപ്പന, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചുകൊണ്ടാണ് ബോധവൽക്കരണം നടത്തിയത്.
ഹെൽത്ത് ഇൻസ്പെക്ടർ KT ബിന്ദു, ഹെൽത്ത് സൂപ്പർവൈസർ MO മനോജ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ അരുൾ മുരുകൻ, KT ജയരാജൻ, നഴ്സിംഗ് അധ്യാപകരായ ഇമ്മ സുരേഷ്, K വിജിഷ, KV അനുശ്രീ രാജേഷ്, K ശ്രേയ, വിദ്യാർത്ഥിനി PV അഖില തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്ഷേത്രങ്ങളുടെയും ഗ്രാമ കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ നിരവധി വർഷങ്ങളായി കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് നടത്തിവരാറുള്ള സാർവജനിക ഗണേശോത്സവം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിമിതപ്പെടുത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ ഗണേശ ഉത്സവം നടക്കും. 9 വൈകുന്നേരം 4 മണിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും താളിക്കാവിൽ സംഗമിച്ച് പയ്യാമ്പലത്തേക്ക് നിമജ്ജന ഘോഷയാത്ര നടക്കും. കണ്ണൂർ ജില്ലയിൽ 86 കേന്ദ്രങ്ങളിൽ ഇക്കുറി ഗണേശോത്സവം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാപരമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് സമാജത്തിൽ നടത്താറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഈ വയനാട്ടിലെ ഈ ഒരു അനിഷ്ട സംഭവം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ പൊലിമയോട് കൂടിയിട്ടുള്ള ആഘോഷ പരിപാടികൾ വേണ്ട എന്നുള്ളത് വിവിധ കോണുകളിൽ നിന്നും വിവിധ ഹൈന്ദവ സംഘടനകളും സാമുദായിക സംഘടനകളൊക്കെ തന്നെ അതിന്റെ നേതൃത്വം വഹിക്കുന്നവർ ഞങ്ങളോട് പറഞ്ഞു, പ്രാവശ്യം എങ്ങനെയാണ് നമ്മുടെ ഗണേശോത്സവ പരിപാടി. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഘോഷമായിട്ടുള്ള ഈ DJ പരിപാടികളും ആർഭാടമായിട്ടുള്ള പരിപാടികളും കഴിയുന്നത്ര ഒതുക്കി ഒരു ആത്മീയമായിട്ടുള്ള ഒരു ആഘോഷ പരിപാടി എന്ന നിലയിലുള്ളത് കൊണ്ട് അതിന്റെ ചടങ്ങുകൾ എന്ന നിലയിൽ പ്രാദേശികമായിട്ട് ഗണേശ പൂജകളും പ്രഭാഷണ പരിപാടികളും അത്യാവശ്യം അന്നദാനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു മിനിമം പരിപാടിയാക്കിയിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ അവിടെ ബലിദാനികളായിട്ടുള്ള അനവധി സഹോദരന്മാരെ കുടുംബത്തെയൊക്കെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ചുറ്റുപാടിൽ ഗണേശോത്സവത്തിന്റെ പേരിൽ ആർഭാടമായ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്ന പരിപാടികൾക്ക് കുറച്ചൊരു മിതത്വം കൽപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യത്തെ ആഘോഷ പരിപാടി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇത് സാധാരണ രീതിയിലുള്ള പരിപാടികൾ എന്നതിൽ ഗണേശ പൂജ ഉണ്ടാകും 3 ദിവസം. അതോടൊപ്പം തന്നെ അതിന്റെ നിമജ്ജന ഘോഷയാത്ര എന്നുള്ള ഘോഷം ഇല്ല, അതിന്റെ നിമജ്ജന യാത്രയുണ്ടാകും. അതോടൊപ്പം ആത്മീയമായിട്ടുള്ള ചില ചടങ്ങുകൾ അതിന്റെ നിമജ്ജന ഘോഷയാത്രയുടെ അവസാനം എന്നാലും ഈ ആരോഗ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് അതൊക്കെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റു തരത്തിലുള്ള DJ പോലുള്ള പരിപാടികൾ കഴിയുന്നത്ര ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആർഭാടമായി നടത്തേണ്ടതില്ലെന്നും സാധാരണ നടത്താറുള്ള ഗണപതി പൂജ, പ്രഭാഷണങ്ങൾ, അന്നദാനം, പായസദാനം എന്നിവയും വിഗ്രഹ നിമജ്ജന രഥഘോഷയാത്രയും ഭക്തി ആദരവോടെ നടത്താനാണ് തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വയനാട് ജില്ലയെ സഹായിക്കുന്നതിനായി സർക്കാരും സന്നദ്ധ സംഘടനകളും ചെയ്യുന്ന സഹായ ധനമെത്തിക്കൽ പരിപാടിയിൽ ഗണേശ സേവാ കേന്ദ്രവും പങ്കാളികളാവും. സെപ്റ്റംബർ 7, 8, 9 തീയതികളിലാണ് ഇത്തവണ ഗണേശോത്സവം നടക്കുന്നത്. 9 വൈകുന്നേരം 4 മണിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും താളിക്കാവിൽ സംഗമിച്ച് പയ്യാമ്പലത്തേക്ക് നിമജ്ജന ഘോഷയാത്ര നടക്കും. കണ്ണൂർ ജില്ലയിൽ 86 കേന്ദ്രങ്ങളിലാണ് ഇക്കുറി ഗണേശോത്സവം നടത്തുന്നതെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി പ്രസിഡന്റ് KV ജയരാജൻ മാസ്റ്റർ, സെക്രട്ടറി KV സജീവൻ, കൺവീനർ പ്രജിത്ത് പള്ളിക്കുന്ന്, ജോയിന്റ് സെക്രട്ടറി രാകേഷ് ആയിക്കര, സംഘടനാ സമിതി രക്ഷാധികാരി PR രാജൻ എന്നിവർ പങ്കെടുത്തു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ട്രക്ക് ഡ്രൈവർമാരുടെ സമരം 6ാം ദിവസത്തിലേക്ക്. ജില്ലയിൽ പാചകവാതകം പ്രതിസന്ധിയിൽ. സമരം വേതന കരാർ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് വലഞ്ഞു ഹോട്ടൽ മേഖല ഉൾപ്പെടെ. മല്ലിയോട്ട് തീയക്ഷേമ സഭ CPM തർക്കം മുറുകുന്നു. സഭാപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ. അക്രമത്തിന് പിന്നിൽ ക്ഷേമസഭയിൽ മറ്റ് പാർട്ടി പ്രവർത്തകരുണ്ടെന്ന കാരണത്താൽ. ഫോറസ്റ്റ് വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക. മാർച്ചുമായി കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് AITCയുടെ നേതൃത്വത്തിൽ. വാച്ചർമാർക്കുള്ള ഐഡന്റിറ്റി കാർഡും ഉടൻ വിതരണം ചെയ്യണമെന്നും ആവശ്യം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്.
Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. മല്ലിയോട്ട് തീയക്ഷേമസഭ പ്രവർത്തകർക്ക് നേരെ CPM നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തീയക്ഷേമസഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ നിരന്തരമായി യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് CPM അക്രമം നടത്തുന്നത്. CPM അവരുടെ അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ കായികപരമായ ആക്രമണവും കള്ളക്കേസുകളും ചാർത്തി സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും തീയക്ഷേമസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി ആരോപിച്ചു. തീയക്ഷേമസഭാ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തീയക്ഷേമസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി വാർത്താ സമ്മേളനം നടത്തിയത്. തീയക്ഷേമസഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ നിരന്തരമായി CPM യാതൊരു പ്രകോപനവുമില്ലാതെയാണ് അതിക്രമങ്ങൾ നടത്തുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മല്ലിയോട്ട് ക്ഷേത്രത്തിൽ CPM അവരുടെ അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ കായികപരമായ അക്രമവും കള്ളക്കേസുകളും ചാർത്തി സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അടിത്തറയാണ് തീയ സമുദായം. എന്നാൽ തീയ സമുദായം സംഘടിക്കുമ്പോൾ CPM എതിർക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തീയക്ഷേമ സഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ BJP-കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് CPM അതിക്രമം നടത്തുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിൽ ഇളക്കം തട്ടുമോ എന്ന ഭയമാണ് ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന വെപ്രാളത്തിന് പിന്നിലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെയുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ്. അവിടെ നമ്മുടെ എന്താ പറയുക, ഒരുപാട് സമുദായ സംഘടനകളുണ്ട് കേരളത്തിൽ. ആർക്കൊരു പ്രശ്നമില്ല. പക്ഷെ തീയ സമുദായം ഒന്നിക്കുന്ന സമയത്ത് വളരെ കായികമായിട്ടും മാനസികമായിട്ടൊക്കെ തകർത്ത് നമ്മുടെ സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് CPM പ്രവർത്തകർ അവിടുത്തെ കുഞ്ഞിമംഗലം പ്രാദേശികമായിട്ടുള്ള CPM-ന്റെ ആൾക്കാർ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുന്നത്. ഒരു പ്രകോപനമില്ലാതെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടിത്തറ എന്ന് പറഞ്ഞാൽ തീയ സമുദായം തന്നെയാണ്. എന്നാൽ അവിടെ കുഞ്ഞിമംഗലത്തുള്ള ഏകദേശം ഉള്ള തീയക്ഷേമസഭയുടെ പ്രവർത്തകരെല്ലാം ഒന്നുകിൽ പാർട്ടി മെമ്പർമാരാണ്, അല്ലെങ്കിൽ അനുഭാവികളാണ്. അങ്ങനെയുള്ളവരൊക്കെ RSS-ന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ അടിത്തറയിൽ തന്നെ ഇളക്കം വരും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഇതാണ്, വെപ്രാളാണ്.
അത് മാത്രമല്ല പൊതുവേ സമാധാനപരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കുഞ്ഞിമംഗലം. ആ പ്രദേശത്ത് അവർ ഇങ്ങനെ നിരന്തരം നമ്മുടെ പ്രവർത്തകരെ വന്നിട്ട് ആക്രമിച്ചിട്ട് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്തിട്ട് അത് തീയക്ഷേമ സഭയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രവണതയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനയെ കരിവാരത്തേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇതിന് പിന്നിൽ. കഴിഞ്ഞ ഓഗസ്റ്റ് 11 കുഞ്ഞിമംഗലം ആണ്ടാം കൊവ്വലിൽ വെച്ച് ഒരു കൂട്ടം CPM പ്രവർത്തകർ തീയക്ഷേമ സഭാ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഒരു പ്രവർത്തകന്റെ ഭാര്യയുടെ സ്കൂട്ടർ നശിപ്പിച്ച് തോട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അക്രമത്തിൽ പരിക്കേറ്റ തീയക്ഷേമ സഭാ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് കേസെടുത്തത്. ഓഗസ്റ്റ് 12 സഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന സഭാ പ്രവർത്തകരെ കൂട്ടത്തോടെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. സംഭവസ്ഥലത്തെത്തിയ SIA ഉൾപ്പെടെയുള്ളവർക്ക് നേരെയും അക്രമം അഴിച്ചുവിടുകയുണ്ടായി. നിയമത്തെ പോലും വെല്ലുവിളിച്ച് ഭരണസ്വാധീനത്താൽ CPM തീയക്ഷേമ സഭാ പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് T സന്തോഷ്, മല്ലിയോട്ട് മേഖലാ സെക്രട്ടറി കൃഷ്ണൻ, കാവിന്നരികത്ത്, ബാലൻ, പോള എന്നിവർ പങ്കെടുത്തു. എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി. റൈറ്റിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി ശ്രീകണ്ഠപുരം മേഖലകളിൽ നടത്തിയ റെയ്ഡിൽ 140 ലിറ്റർ വാഷ് കണ്ടെടുത്തു. ഉടമസ്ഥനില്ലാത്ത നിലയിൽ സൂക്ഷിച്ച വാഷ് ചിറ്റാരി ഉടുമ്പൻപുഴ തോട്ടുചാലിലാണ് കണ്ടെത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ച് ഓഫീസും പാടാം കവല ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസും സംയുക്തമായി ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് വാഷ് കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PR സജീവന്റെ നേതൃത്വത്തിലായിരുന്നു കാഞ്ഞിരക്കൊല്ലി, ചിറ്റാരി, ഉടുമ്പൻപുഴ, കർണാടക വനാതിർത്തി എന്നിവിടങ്ങളിൽ റെയ്ഡ് നടന്നത്. ചിറ്റാരി, ഉടുമ്പൻപുഴ, തോട്ടുംചാലിൽ ഉടമസ്ഥനില്ലാത്ത നിലയിൽ കാണപ്പെട്ട 140 ലിറ്റർ വാഷ് കണ്ടെടുത്ത് പ്രതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി അബ്കാരി കേസെടുത്തു. പ്രിവന്റീവ് ഓഫീസർമാരായ MP ഹാരിസ്, PA രഞ്ജിത് കുമാർ, MB പ്രദീപൻ, സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽ ജോസ്, ഫോറസ്റ്റ് സെക്ഷൻ വാച്ചർ ചന്ദ്രൻ PC എന്നിവർ പങ്കെടുത്തു. നിക്ഷേപം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്ന പേൾസ് ആഗ്രോ ടെക് കോർപ്പറേഷൻ PACL ഫീൽഡ് വർക്കർമാരും നിക്ഷേപകരും ഓഗസ്റ്റ് 22 വഞ്ചനാ ദിനമായി ആചരിക്കുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസം രാവിലെ സ്റ്റേഡിയം കോർണർ പരിസരം കേന്ദ്രീകരിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ K അശോകൻ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിക്ഷേപകരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ എഴുതി വാങ്ങിച്ച് അവർ നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം ഇത് 10 വർഷമായി നീണ്ടുപോകുന്ന പ്രക്രിയ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന പണത്തിന്റെ ഇൻട്രിൻസിക് വാല്യൂ ഇപ്പോഴുണ്ടോ? നിക്ഷേപകർ മരിച്ചു, നിക്ഷേപകരുടെ നോമിനികൾ മരിച്ചു, നിക്ഷേപകരുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ നീതിക്ക് വേണ്ടി, നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സെബി ഇത് ഏറ്റെടുത്തത് എന്നുള്ള ആ കാര്യം ഇന്ന് ഒളിഞ്ഞു പാളീസായി നിക്ഷേപകർക്ക് കൃത്യമായി പണം ലഭിക്കുന്നുമില്ല എന്ന് ഈ 5,80,00,000 വരുന്ന നിക്ഷേപകർക്ക് പണം കിട്ടുമെന്നുള്ളതിന് ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യം. സെബി നിരോധനം ഏർപ്പെടുത്തിയ ദിവസമാണ് വഞ്ചനാ ദിനമായി ആചരിക്കുന്നത്. PACL ഫീൽഡ് അസോസിയേഷൻ നിക്ഷേപകരുടെ സംഘടനയായ FAയുമായി ചേർന്നാണ് പ്രതിഷേധ ധർണ നടത്തുന്നത്. PACL കമ്പനിയിൽ 5,80,00,000 പേരാണ് നിക്ഷേപം നടത്തിയത്. 53 ലക്ഷത്തിൽ പരം വരുന്ന ഫീൽഡ് അസോസിയേറ്റ്മാരുടെ സഹായത്തോടെ 300-ൽ പരം കസ്റ്റമർ സർവീസ് സെന്ററിലൂടെയാണ് നിക്ഷേപം കൈകാര്യം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് അടക്കേണ്ട നികുതികളും തീരുവകളും കൃത്യമായി അടക്കുകയും കാലാവധി എത്തിയ നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതത്തോടുകൂടി നിക്ഷേപകർക്ക് പരാതിരഹിതമായി തിരിച്ചു നൽകുകയും ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമാണ് PACL. നിക്ഷേപകരുടെ പണം 6 മാസത്തിനകം തിരികെ നൽകണമെന്ന് PACL ആസ്തികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സെബിയോട് 2016 ഫെബ്രുവരി മാസത്തിൽ സുപ്രീം കോടതി സുവ്യക്തമായ ഉത്തരവ് നൽകിയിരുന്നു. ഈ ഉത്തരവ് വേഗത്തിൽ പൂർത്തിയാക്കാൻ സെബിയുടെ 2 പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് RM ലോധ തലവനായി കൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. PACL കമ്പനി ആസ്തികളുടെ മൂല്യം 2.5 ലക്ഷം കോടി രൂപയിലേറെ വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. മുഴുവൻ നിക്ഷേപകർക്കും കൂടി നൽകാനുള്ള ബാധ്യത ഏതാണ്ട് 49,000 കോടി രൂപയോളം മാത്രമാണ്. ഇത്രയും വിലയേറിയ സമ്പത്തുണ്ടായിട്ടും നീണ്ട 10 വർഷമായി നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാൻ ഫലപ്രദമായി സെബി ഒന്നും ചെയ്തിട്ടില്ലെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ PACL FAU സംയുക്ത സമരസമിതി ഭാരവാഹികളായ K അശോകൻ, RE രാധാകൃഷ്ണൻ, P രാഘവൻ, PR കുട്ടിക്കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ AITUസിയുടെ നേതൃത്വത്തിൽ
ജില്ലാ വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരം AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KT ജോസ് ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക, പ്രതിമാസം 26 ദിവസത്തെ ശമ്പളം നൽകുക, വാച്ചർമാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് ഉടൻ വിതരണം ചെയ്യുക, ശമ്പളം യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത്. യൂണിയൻ ജില്ലാ സെക്രട്ടറി U സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ബിനോയ് KC, മംജൂദാർ MG എന്നിവർ സംസാരിച്ചു. ഗംഗാധരൻ VK, ബിനോയ് ഇരിട്ടി, വിജേഷ് തോലാമ്പ്ര തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തൊഴിലാളികൾ നാളെ മുതൽ ജില്ലയിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കാനിരിക്കെ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ വൈശാഖ് സംഘടനാ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തൊഴിലാളികളോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയാണെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റഹ്മത്തുള്ള കണ്ണൂരിൽ STU ജില്ലാ തെരഞ്ഞെടുപ്പ് കൗൺസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 15,000-ഓളം മെമ്പർമാരുണ്ട്, 150 യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം സർവത്ര ഒരു തൊള്ളി കുടിപ്പാനില്ലത്ര എന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് ആ യൂണിറ്റുകളെ കാണണം, ആ യൂണിറ്റിലെ പ്രവർത്തകന്മാരെ കാണണം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പും സംസ്ഥാന നേതൃത്വം കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് യൂണിറ്റുകൾക്ക് തേടി താഴേക്ക് വരിക എന്നുള്ളതാണ്. അവിടെ നിങ്ങളെ കാണണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണണം. ആ പരിപാടി നമുക്കൊരു വലിയ സംഭവമാക്കി കേരളത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കണം. KP മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. KP മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള വയനാട് ദുരന്തഭൂമിയിൽ 15 ദിവസം സേവനം നടത്തിയ STU യൂത്ത് ലീഗ് പ്രവർത്തകരെ ആദരിച്ചു. ഷരീഫ് കൊടുവഞ്ചി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം, ആലിക്കുഞ്ഞി പന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ജയന്തിയോട് അനുബന്ധിച്ച് തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ആനയുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര നഗരം ചുറ്റി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. നിരവധി പേർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിലേക്ക് മനോഹരമായ ഘോഷയാത്ര എത്തിച്ചേർന്നു. ആനയുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര കണ്ണൂർ നഗരത്തിലെ ശ്രീനാരായണ പാർക്കിൽ നിന്നാണ് ആരംഭിച്ചത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KP ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുകേഷ് കുളമ്പുങ്കാട്ട് ഗുരുദേവ ദർശനം എന്ന വിഷയത്തിൽ സംസാരിച്ചു. തുടർന്ന് ശീവേലി എഴുന്നള്ളത്ത്, ദീപാരാധന എന്നിവയും കലാപരിപാടികളും ഉണ്ടായി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 50 രൂപ കൂടി 1 ഗ്രാം സ്വർണം 6710, പവന് 53,680 രൂപ, വെള്ളി 92 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രക്ക് ഡ്രൈവർമാരുടെ സമരം 6ാം ദിവസത്തിലേക്ക്. ജില്ലയിൽ പാചകവാതകം പ്രതിസന്ധിയിൽ. സമരം വേതന കരാർ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വലഞ്ഞു ഹോട്ടൽ മേഖല ഉൾപ്പെടെ. മല്ലിയോട്ട് തീയക്ഷേമ സഭ CPM തർക്കം മുറുകുന്നു. സഭാപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ. അക്രമത്തിന് പിന്നിൽ ക്ഷേമസഭയിൽ മറ്റ് പാർട്ടി പ്രവർത്തകരുണ്ടെന്ന കാരണത്താൽ. ഫോറസ്റ്റ് വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക. മാർച്ചുമായി കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് AITUCയുടെ നേതൃത്വത്തിൽ. വാച്ചർമാർക്കുള്ള ഐഡന്റിറ്റി കാർഡും ഉടൻ വിതരണം ചെയ്യണമെന്നും ആവശ്യം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.